ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഞാൻ ഈ അടുത്ത കാലത്തൊന്നും എവിടെയും കണ്ടിട്ടില്ല. തീർച്ചയായും മിനിസ്റ്റർ പറഞ്ഞ പോലെ ഈ ഫെസ്റ്റിവൽ 4ാം സീസണിൽ എത്തി നിൽക്കുന്ന ഈ ഫെസ്റ്റിവലിന്റെ വലിയ വിജയമാണ്. 2021 കോവിഡ് സമയത്ത്, കോവിഡിന് ശേഷം എല്ലാവരും പുതിയ എന്താ പറയുക ബാബു ഷാപ്പ് എന്ന സിനിമയ്ക്ക് എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള സൗകര്യം ഇവിടെ എത്തിയിട്ടുണ്ട്. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ 4ാം എഡിഷൻ ആവേശപൂർവ്വം കരയിലും കടലിലും ആകാശത്തും പുതുമയാർന്ന വർണ്ണ കാഴ്ചകൾ സൃഷ്ടിച്ചാണ് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ ഓരോ എഡിഷനും വ്യത്യസ്തമാകും. അതീവ സാങ്കേതിക മികവോടെ അവതരിപ്പിക്കുന്ന ഡ്രോൺ ലൈറ്റ് ഷോ ഇപ്പോഴും ആഘോഷമുണ്ട്. നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ ആസ്വദിച്ചാണ്. ഈ നാടിന്റെ വൈവിധ്യമായ സാംസ്കാരിക ദൃശ്യങ്ങളാണ് ഈ നവീന സാങ്കേതിക സംവിധാനത്തിലൂടെ ആവിഷ്കരിക്കുന്നത്. നമ്മുടെ നാടും നഗരവും പൊതുപ്രതീക്ഷകളുടെ പുതുവർഷത്തെ പ്രവേശിച്ച ആവേശത്തിലാണ്. വ്യത്യസ്തമായ പ്രകാശക്കാഴ്ചകളുമായി ടൂറിസം ഒരുക്കിയ ന്യൂ ഇയർ ഇലിമിനേഷൻ ഈ ആഘോഷങ്ങളുടെ കൂടുതൽ തിരക്കറിയും. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് നഗരങ്ങൾ ദീപാലന്തമാക്കി മാറ്റിയത് ഏറെ സന്തോഷം നൽകിയ കാര്യമാണ്. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിൽ ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിങ്ങൾക്ക് ഏവർക്കും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ പുതുവത്സര ആശംസകൾ. ഹാപ്പി 2025. മണ്ണിലും സ്നേഹത്തിന് താല്പര്യപ്പെടുന്ന നഗരമാണ് കോഴിക്കോട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ പൂർണ്ണമായിരുന്നു രാജ്യകാലത്തുറേ ലോകവും സ്വതന്ത്രത്തിനുള്ള നഗരങ്ങളിൽ കോഴിക്കോട് പേര്. അവരുടെ നിരീക്ഷണം തൊട്ടികൾ ചെന്നാട്ടുള്ള വിദേശം വാണിജ്യാവശ്യങ്ങൾക്കായി ഒത്തുചേർന്നിരിക്കുന്ന കോഴിക്കോട് കോഴിക്കോടിൽ രൂപപ്പെട്ട കോഴിക്കോട്ടുകാരുടെ അമ്മാണ് ബേപ്പൂരിലെ ഉന്നതമാണ്. ബേപ്പൂരിൽ നിന്ന് ഒരു വിദേശാധികളെ ഇറങ്ങിയത് 1000 വർഷങ്ങളായിരുന്നു ചെറുപ്പക്കാരൻ. സ്വതന്ത്ര ജനതയിൽ പല നൂറ്റാണ്ടുകളായി വിവിധ ദേശങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ കോഴിക്കോട് വന്നത് ചെറുപ്പമായി ബേപ്പൂരിലെ ഉന്നതമാണ് എത്തുന്നതായി സൂചിപ്പിച്ചു. 1920 വാസ്കോഡഗാമ കോഴിക്കോട് കപ്പൽ ഇറങ്ങിയതോടെ കേരളത്തിന്റെ വ്യാപാരത്തിന് യൂറോപ്പിലേക്ക് പോകണം. സഹസ്രാബ്ദം ഈ വാണിജ്യ രംഗത്ത് ബേപ്പൂരിന്റെ സംഭാവനകൾ ഏറെ ലാഭമാണ്. ഇതേ ബേപ്പൂരിൽ തൊട്ടടുത്ത് ചരിത്രമാണ് കേരളത്തിലുമായി റെയിൽവേ സ്റ്റേഷനാണ് ചരിത്രം. 1000 വർഷങ്ങൾക്ക് മുമ്പ് പുരാതന സാംസ്കാരിക കേന്ദ്രമായ സിനിമയിലേക്ക് ഒഴുക്കൽ യാത്ര പുറപ്പെട്ട അതേ ബേപ്പൂരിലാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലോത്സവമായ ബേപ്പൂർ അന്താരാഷ്ട്ര ജലോത്സവം ആയിരിക്കുന്നത്. മലബാറിന്റെ കവാടമായ ബേപ്പൂരിൽ ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് ഇക്കൊല്ലം 4ാം എഡിഷനിലേക്ക് കടന്നിരിക്കുന്നു. സാഹചര്യ ജില്ലാ കായിക മത്സരങ്ങളുടെ ലോക കൂടത്തിൽ ഇതിനോടകം ബേപ്പൂർ ഇന്ത്യ തലത്തിൽ വിനോദസഞ്ചാരികളുടെ വഴി കേരളം തുടർച്ചയായി ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ്. എല്ലാവരെയും ചേർത്ത് മാറുന്ന ബേപ്പൂരിന്റെ ആശയ ഈ നിലകളിൽ വലിയ കപ്പലുകളും ലൈറ്റ് ഹൗസ് എല്ലാവരും സഞ്ചാരികളുടെ ഇഷ്ടീതമായി മാറി ബേപ്പൂർ ജനകായികത നാവിക പ്രദർശനം പാചകമേള കലാ സംഗീത സംഗീതം ഒട്ടേറെ നവ്യ അനുഭവങ്ങളാണ് ഈ രാജ്യാന്തര ജലോത്സവത്തിലൂടെ അഭിനന്ദിക്കാൻ കൊടുക്കുന്നത്. സ്നേഹത്തിന്റെ അറിവില്ലാത്ത ഈ ലോകത്തെ ഇന്ത്യയിലെ ഏറ്റവും വനാത്മമായ ജലോത്സവത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഭൂമി നല്ല രസമായിട്ട്
നിങ്ങൾ പോയതിന് എന്നെ നോക്കി കുത്തിരിക്കുകയാണല്ലേ, അതിനെന്താ ചെയ്യണ്ടേ? എടാ അമ്മ വരും ഇപ്പോൾ. ഈ ഇന്നെ നോക്കി കഥകളി കളിച്ചിട്ട് ഒരു കാര്യമില്ല. കണ്ടോ ചെവി ആട്ടണ്, നിരങ്ങി മാറി കുത്തിരിക്കണ്, എന്തൊക്കെയോ സൂക്കേടാ അവന്. ഒന്ന് വേഗം വരി അമ്മയെ തിരിച്ച് വരൂന്ന് പറഞ്ഞിട്ട് കുത്തിരിക്കണം. കണ്ണിന്ന് വെള്ളം വരെ വന്നിക്കണം, ഒന്ന് ഓടി വരി. നമ്മൾ ഉണ്ണിയേട്ടന് ചപ്പാത്തി, ഷവർമേൻ്റെ അത് ചിക്കനും മയോണൈസൊക്കെ. നമുക്ക് ഷവർമ. ഹലോ, നമ്മൾ ഇപ്പോൾ ഒരു ഫെസ്റ്റിവലൊക്കെ കണ്ടു വരികയാണ്. വിനീത് ശ്രീനിവാസിനെ കണ്ട്, പിന്നെ പിഷാരടിനെ കണ്ട്, പിന്നെ ആരാ ഇവിടെ ഗുരുവായൂർ അമ്പലം നടയിലെ ആ ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ്റെ പേരിക്ക് മറന്നുപോയി. ആ കുട്ടീനെ കണ്ട്, വിനീത് ശ്രീനിവാസിൻ്റെ പാട്ടെല്ലാം കേട്ട്, ലൈറ്റ് പരിപാടി കണ്ട് ഒക്കെ ക്ഷീണിച്ച് വരുമ്പോഴത്തേക്ക് നമ്മളെ കുഞ്ഞ് കൊണ്ടുവച്ചത് ഷവർമ. അത് കഴിക്കാൻ പോവാ. അപ്പോൾ നമുക്ക് കഴിച്ചാലോ? ഇരുടാണെന്നേ, സ്റ്റാൻഡില്ലാത്തതിനെ കൊണ്ട് കാണത്തില്ല. ഒരു രണ്ടെണ്ണമൊന്നും കഴിക്കാൻ കഴിയില്ല. ഒന്നാ സംഭവം, പക്ഷെങ്കിലും ഒരു കുബൂസ് മതി. ഇതങ്ങോട്ട് എടുത്ത് മാറ്റാം. ഉണ്ണിയാട്ടം വരുമ്പോൾ തന്നെ കഴിച്ചാട്ടത് കണ്ട ചീത്തക്കും, എല്ലാം ചീത്ത അറിയും. കേൾക്കട്ടോ പറയുന്നത്, ഞാൻ വിളിക്കാം. വീഡിയോ ഉള്ള അറിയരുത്, കേൾക്കാം. ഉണ്ണിയേട്ടാ, അടിപൊളിയായിട്ട് കണ്ടു. അവിടെ വെറുതെ കൊടുക്കണ്ടല്ലോ ആർക്കും. 30 ഉറുപ്പിക ഒരു പ്ലേറ്റിന്. അമ്മാതിരി സാധനം എവിടെ നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന സാധനം അവിടെ 250 ഉറുപ്പിക ആയിരിക്കും. 150 ജാസ്തിയാ. പിന്നെ പഠിപ്പിക്കണം എന്താ ചെയ്യും. അപ്പന് വേണ്ട, അപ്പൊ ഡയറ്റിങ്ങിലാണല്ലോ. രണ്ട് കാടമുട്ട ഉണ്ടെന്നിട്ട് ഞാൻ ഒന്നും വെച്ചു. നമ്മൾ രാത്രിത്തേക്ക് ഇത് മേടിച്ചു. എടുക്കാൻ നിൽക്കണം, കുറെ നേരം പിടിച്ചല്ലോ.
അവിടുന്ന് കിട്ടാനോ ഉള്ളു തിരക്കിട്ട് പറയണ്ടത് നിങ്ങൾ അങ്ങനെ അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ പോയി വന്നു ഇത്ര തിരക്കുണ്ടാവും ഞങ്ങൾ തിരക്കൊന്നും ഉണ്ടില്ല. അതാ ട്രെയിൻ അനുസരിച്ച് പോയത് നന്നായി. എല്ലാം തിരിച്ചു വരുമ്പോൾ ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പിച്ച അത്രയും കള്ളന്മാർ ജനങ്ങൾ കൂടുന്നോടത്തിൽ ഉണ്ടാകും സമയം. എത്ര ആൾ ട്രെയിന് പോയിന്നൊക്കെ പഠിച്ചെന്ന് അറിയാം. ഞങ്ങൾക്ക് തിരക്കേ ഇല്ല, നമ്മള് സിമ്പിളായിട്ട് പോയി വന്നു. ഇനിയിപ്പോ പരിപാടി കഴിയുമ്പോ കടപ്പുറത്ത് കൂടെ പോയാലൊന്നും ഇത് കിട്ടൂല. കടപ്പുറത്ത് പോയി പിന്നെ സ്റ്റേജിന്റെ മുന്നിലൊക്കെ ഉണ്ട്. സ്റ്റേജിന്റെ മുന്നിൽ വന്നാലും കിട്ടൂല. ഇതൊക്കെ സ്റ്റാളല്ലത്. സ്റ്റാളൊന്നും അവിടെ ഇല്ല. സ്റ്റാളിലേക്കൊന്നും ഞങ്ങൾ പോയില്ല. സ്റ്റാളൊക്കെ പെട്ടിയാൻ തോന്നുന്നു. കടലുണ്ടി ചരിയോ ഈ ചപ്പാത്തി വിട്ടതല്ലെങ്കിൽ ഇതിന്റെ ബുദ്ധിമുട്ട്. ചപ്പാത്തി വിട്ടല്ലോ ഞാൻ വന്ന ദിവസം. ഹലോ ഹായ്. നമ്മൾ കല്യാണത്തിനൊക്കെ പോയി വന്ന് തിരക്കിയിട്ട് ഇവിടെ വന്ന് സീക്കും ടാക്സിക്ക് ചോറൊക്കെ കൊടുത്തിട്ട് ഞാനങ്ങ് കിടന്നുറങ്ങിയിട്ടോ. നേരനൊന്നും ചോറ് വെച്ചില്ല. ഇനി അപ്പോൾ അവരൊക്കെ ചോറ് വെച്ച് പിന്നെ ഞാൻ മോൻ്റെ കൂടെ വണ്ടിയുമ്പോൾ പോകുന്നതിനെക്കൊണ്ട് എനിക്ക് പെട്ടെന്ന് വരാനോ പറ്റി. പിന്നെ അങ്ങനെ ഞാൻ ഉറങ്ങിപ്പോയിട്ട് പിന്നെ ഒരു 5 മണി എണീച്ചു. അപ്പം മോൻ പറഞ്ഞമ്മേ ഇത് കാണാൻ പോയില്ലേ, ഫെസ്റ്റിവലിൽ കാണാൻ പോയില്ലേ, വിനീത് ശ്രീനിവാസനൊക്കെയാണ് വരുന്നതെന്നാണ്. അങ്ങനെ നമ്മൾ നിർബന്ധിച്ചപ്പോൾ പെട്ടെന്ന് പോയിട്ടാ. മോൾക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. ഇനി മോള് വിളിച്ചത് ഇനി. അപ്പോൾ ഞാൻ വീഡിയോ കട്ടാക്കി പറ്റിയായിട്ട് ആ ലവ് യു. ഇന്നത്തെ എൻ്റെ ഹാപ്പി ഡേ. ഇനി എല്ലാവരും മക്കളെ കൂടെയൊക്കെ പോയി കല്യാണമൊക്കെ കൂടി അങ്ങനെ ഞങ്ങൾ വന്ന് പിന്നെ ഇന്ന് ബേപ്പൂർ ഫെസ്റ്റിവലിന് പോകുമെന്ന് വിചാരിച്ചില്ല. അപ്പം എന്നാലും എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഷെയർ ചെയ്യാലോ വെച്ചിട്ട് ഞാൻ ഓടിപ്പോയതാണ്. ഞങ്ങൾ പെട്ടെന്ന് 2 പാട്ട് കണ്ടത് ഞങ്ങൾ മെല്ലെ തിരക്ക് കിട്ടാത്ത വഴിക്ക് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. കടപ്പുറം വഴിക്ക് അങ്ങനെ ഇങ്ങോട്ട് പോകുന്നു. ബൈ, ലവ് യു, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ലവ് യു. വെയിൽ കൊണ്ട് വാടി ഗൈസ്.